രാത്രി ലൈവിൽ അർജുനും ശ്രീതുവും ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് ശ്രീതു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ച സമയത്ത് ശ്രീതു അവിടെ പറയുന്നില്ല. പക്ഷേ അവിടെ അർജുൻ അവിടെ നമ്മൾ ശരണ്യയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, സിബിന്റെ അടുത്ത് ഗേൾസിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് ഡിസ്റ്റൻസ് ഇടുക, പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരരുത്, ഒന്നൊന്ന് സൂചിപ്പിക്കണം എന്ന് ശരണ്യയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്താണ് കാര്യം എന്ന് അവിടെ ശ്രീതു ഒരുപാട് തവണ ചോദിച്ചപ്പോൾ അർജുൻ ഒന്നുമില്ല, നോറയുടെ അടുത്ത് ചെയ്തത് കണ്ടു, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ ശ്രീതു പറഞ്ഞു, എൻ്റെ അടുത്ത് കൂടി അത് ചെയ്തു, ഞാൻ എന്തോ ഡെമോ പീസാണോ എന്നെ അങ്ങനെ ചെയ്യാനായിട്ട്, എൻ്റെ കൈമേലും വന്ന് കടിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ശ്രീതു അവിടെ പറഞ്ഞു. അപ്പൊ ശരണ്യ പറഞ്ഞു, അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നീ അത് തുറന്നു പറയേണ്ട കാര്യമാണ്, എനിക്ക് എൻ്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത്, എനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുള്ളത് നീ തുറന്നു പറയണം, അല്ലാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല എന്ന് ശരണ്യ പറഞ്ഞു. ആ സമയത്ത് അവിടെ അർജുൻ പറഞ്ഞു, പറയാനുള്ള കാര്യങ്ങൾ അപ്പ പറയണം, അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല പറയേണ്ടതെന്ന് അർജുൻ പറഞ്ഞു. അപ്പൊ തന്നെ ശ്രീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സിബിന്റെ അടുത്ത് ചെന്ന് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുകയും, സിബിന്റെ അടുത്ത് ഞാൻ എന്താ ഡെമോ പീസാണോ, എന്നെ ഇങ്ങനെ ചെയ്യരുത്, എനിക്ക് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് സിബിന്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പൊ സിബിൻ ഇനി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആയി. എന്നിട്ട് അർജുന്റെ അടുത്ത് വന്നിരുന്ന് വീണ്ടും സംസാരിക്കുകയാണ് ശ്രീതു. അപ്പൊ ശ്രീതു ചോദിക്കുന്നുണ്ട് അർജുന്റെ അടുത്ത്, എന്താണ് അങ്ങനെ പറഞ്ഞത്, വേറെ എന്തെങ്കിലും കണ്ടിരുന്നോ എന്നും ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, ഞാൻ വേറൊന്നും കണ്ടൊന്നുമില്ല, നോറയുടെ അടുത്തുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, വേറൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. വീക്കെൻഡ് എപ്പിസോഡിലത്തെ ആ ഒരു ഇതും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞില്ല, വേറെ എന്തോ ഉണ്ട് പറ 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 എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അർജുന്റെ അടുത്ത്. അപ്പൊ അർജുൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ശ്രീതു എന്തോ മറുപടി പ്രതീക്ഷിച്ചിരുന്നു അർജുന്റെ അടുത്തുനിന്ന്. അപ്പൊ അർജുനാണെങ്കിൽ അത് ഒട്ടും പറയാൻ കൂട്ടാക്കില്ല. ശ്രീതു കുറേച്ച് പറയുന്നുണ്ട്, ഒന്ന് പറ പറ പറ, എന്താ അങ്ങനെ പറയാനുള്ള റീസൺ, എന്താണ് അങ്ങനെ പറയാനുള്ള റീസൺ എന്ന്. എനിക്ക് തോന്നി ശ്രീതുവിനെ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു മറുപടി അർജുൻ പറയുമെന്ന് ശ്രീതു പ്രതീക്ഷിച്ച പോലെ എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെ ഒരു മറുപടി അർജുൻ പറഞ്ഞില്ല. അർജുൻ പറഞ്ഞില്ല, ഞാൻ നോറയുടെ അത് കണ്ടപ്പോൾ, നോറയുടെ വിഷമം കണ്ടപ്പോൾ പറഞ്ഞതാണ് എന്ന് മാത്രമാണ് അർജുൻ അവിടെ പറഞ്ഞത്. പക്ഷെ ശ്രീതു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ അർജുൻ ചോദിച്ചു, കോംപ്രമൈസ് ആയോ, സംസാരിച്ച് സോൾവ് ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പൊ ശ്രീതു പറഞ്ഞ സോൾവ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ശ്രീതു ഭയങ്കര മൂഡ് ഓഫ് ആക്കി ഇരിക്കുന്ന സമയത്ത് ചോക്ലേറ്റ് വേണം എന്താണ് എന്നൊക്കെ ഇങ്ങനെ അർജുൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ശ്രീതു പറഞ്ഞു, അല്ല ഇൻഫ്ലുവൻസ് ആയോ എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അർജുൻ എന്തോ പോലെയായി. അർജുൻ അങ്ങനെ തോന്നുന്നുണ്ടോ, എനിക്ക് ശരി എന്ന് പറഞ്ഞിട്ട് ഇനി ഇൻഫ്ലുവൻസ് ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവായിരുന്നു. എഴുന്നേറ്റ് പോയപ്പോൾ ശ്രീതു ഇങ്ങനെ നോക്കിയിരുന്നു അർജുനെ. അർജുൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാന്ന് തോന്നുന്നു, ഇങ്ങനെ നോക്കി. പക്ഷെ അർജുൻ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങനെ കിച്ചണിലേക്ക് എഴുന്നേറ്റ് പോയി വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ആ സമയത്തേക്കും ശ്രീതു അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ ശ്രീതു വന്നു. എന്നിട്ട് അർജുൻ്റെ അടുത്ത് പറഞ്ഞു, സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ പറഞ്ഞു, സാറില്ല, കുഴപ്പമില്ല, വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ പിന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ അർജുനും ശ്രീതുവും അങ്ങനെ രാത്രി ലൈവിൽ ഒരു അടി അങ്ങനെ ഇട്ടു. ചെറിയ വിഷയമാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും അർജുൻ പറഞ്ഞതാണോ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ള ഒരു ചിന്തയായിരിക്കാം അർജുനും വന്നു, ശ്രീതുവിനും വന്നു. പിന്നെ സിബിൻ ചെയ്ത ആക്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ശ്രീതുവിന്റെ വിഷമം. അങ്ങനെ മൊത്തത്തിൽ ഒരു ചെറിയൊരു സെന്റിമെന്റ്സ് ഒക്കെ ആയി രാത്രി രണ്ടുപേരും അടി കൂടിയിട്ടാണ് പോയി കിടന്നത്.